മിക്ക അധ്യായം 1. സമരിയായിക്കെതിരെ ആരോപണം. മോരേഷത്തുകാരനായ മിക്കായ്ക്ക് യോഥാം, ആഹസ്, ഹെസക്കിയ എന്നീ യൂദാ രാജാക്കന്മാരുടെ നാളുകളിൽ കർത്താവിൽ നിന്ന് അരുളപ്പാടുണ്ടായി. സമരിയായെയും ജെറുസലമിനെയും സംബന്ധിക്കുന്ന ഒരു ദർശനത്തിലാണ് ഇതു ലഭിച്ചത്. ജനതകളെ കേൾക്കുവിൻ, ഭൂമിയും അതിലുള്ള സമസ്തവും ശ്രദ്ധിക്കട്ടെ. ദൈവമായ കർത്താവ് തൻ്റെ വിശുദ്ധ ഭവനത്തിൽ നിന്നു നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കട്ടെ. കർത്താവ് തൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്നു. ഭൂമിയിലെ പൂജാഗിരികൾ ചവിട്ടിമെതിക്കാൻ ഇറങ്ങി വരുന്നു. അഗ്നിയുടെ മുൻപിൽ മെഴുകുപോലെയും കിഴുക്കാം തൂക്കിലൂടെ പ്രവഹിക്കുന്ന ജലം പോലെയും അവിടുത്തെ കാൽച്ചുവട്ടിൽ പർവ്വതങ്ങൾ ഉരുകും, താഴ്വരകൾ പിളരും. യാക്കോബിൻ്റെ അതിക്രമവും ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപവുമാണ് ഇതിനു കാരണം. എന്താണ് യാക്കോബിൻ്റെ അതിക്രമം? അത് സമരിയ അല്ലേ? എന്താണ് യൂദാ ഭവനത്തിൻ്റെ പാപം? അത് ജെറുസലേം അല്ലേ? അതിനാൽ ഞാൻ സമരിയായെ വെളിമ്പ്രദേശത്തെ കൂനയാക്കും, മുന്തിരി കൃഷി ചെയ്യാനുള്ള സ്ഥലം തന്നെ. അവളുടെ കല്ലുകൾ ഞാൻ താഴ്വരയിലേക്ക് വലിച്ചെറിയും, അവളുടെ അസ്ഥിവാരങ്ങൾ ഞാൻ അനാവൃതമാക്കും. അവളുടെ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കും, അവളുടെ വേദനം അഗ്നിയിൽ ദഹിപ്പിക്കും. ബിംബങ്ങൾ നശിപ്പിക്കും. വേശ്യയുടെ വേദനം വഴിയാണ് അവൾ അവ സമ്പാദിച്ചത്. വേശ്യയുടെ വേദനമായി അത് തിരിച്ചു കൊടുക്കും. ജെറുസലേമിനെ കുറിച്ച് വിലാപം. ഇതോർത്ത് ഞാൻ ദുഃഖിച്ചു കരയും. നഗ്നനും നിഷ്പാതുകനുമായി ഞാൻ നടക്കും. കുറുനരികളെ പോലെ ഞാൻ നിലവിളിക്കും, ഒട്ടക പക്ഷികളെ പോലെ ഞാൻ വിലപിക്കും. എന്തെന്നാൽ അവളുടെ മുറിവുകൾ ഒരിക്കലും സുഖപ്പെടുത്താത്തതാണ്. അത് യൂദാ വരെ, എൻ്റെ ജനത്തിൻ്റെ കവാടമായ ജെറുസലേം വരെ എത്തിയിരിക്കുന്നു. ഗത്ത് നിവാസികളോട് ഞാൻ ഇത് പറയരുത്, കരയുകയുമരുത്. ബെത്ലേയാഫ്രയിലെ കുടിലുരുളുക. ഷാഫീർ നിവാസികളെ നഗ്നരും ലജ്ജിതരുമായി കടന്നുപോകുക. സാനാൻ നിവാസികൾ പുറത്തു വരുന്നില്ല. ബേത് ഏസലിൽ നിന്നുള്ള വിലാപം നിന്നെ നിരാലംബയാക്കും. കർത്താവ് അയച്ച അനർത്ഥം ജെറുസലേമിൻ്റെ കവാടത്തിൽ എത്തിയതിനാൽ മാരൂത്ത് നിവാസികൾ ഉത്കണ്ഠാഭരിതരാണ്. ലാഗീഷ് നിവാസികളെ രഥത്തിൽ കുതിരകളെ പൂട്ടുവിൻ. സിയോൻ പുത്രിയുടെ പാപത്തിന് കാരണം നിങ്ങളാണ്. ഇസ്രായേലിൻ്റെ അപരാധങ്ങൾ നിങ്ങൾ ആവർത്തിച്ചു. അതിനാൽ മോറേഷത്ത് ഗത്തിനോട് വിട നൽകുവിൻ. സീബ് ഭവനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരെ നിരാശരാക്കും. മരേഷ നിവാസികളെ നിങ്ങൾ കീഴടക്കാൻ ഒരുവനെ വീണ്ടും ഞാൻ കൊണ്ടുവരും. ഇസ്രായേലിൻ്റെ മഹത്വം അതുള്ള ഗുഹയിൽ ഒളിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രതി ശിരസ് മുണ്ഡനം ചെയ്യുവിൻ. അവർ നാടുകടത്തപ്പെടും. അതിനാൽ കഴുകനെ പോലെ നിങ്ങളുടെ ശിരസ് കഷണ്ടിയാക്കുക. അധ്യായം 2. ചൂഷകർക്കെതിരെ. കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൊക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിൽ നിന്ന് തലവലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് അനർത്ഥങ്ങളുടെ കാലമാകയാൽ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാനാവില്ല. ആ ദിവസങ്ങളിൽ നിങ്ങളെ അധിക്ഷേപിച്ച് അവർ ദയനീയമായ വിലാപഗാനം പാടും. ഞങ്ങൾ തീർത്തും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ ഓഹരി അവിടുന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. അവിടുന്ന് അത് എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ തടവിലാക്കിയവർക്ക് അവിടുന്ന് ഞങ്ങളുടെ വയലുകൾ വിഭജിച്ചു കൊടുത്തു. അതിനാൽ നിങ്ങൾക്ക് സ്ഥലം അളന്നു തരാൻ കർത്താവിൻ്റെ സഭയിൽ ആരും ഉണ്ടായിരിക്കുകയില്ല. പ്രസംഗിക്കരുത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആരും പ്രസംഗിച്ചുകൂടാ.
അപമാനം നമ്മെ പിടികൂടുകയില്ല എന്ന് അവർ പ്രസംഗിക്കുന്നു. യാക്കോബ് ഭവനമേ, ഇങ്ങനെ പറയണമായിരുന്നു: കർത്താവിന് ക്ഷമയേറ്റു. ഇതൊക്കെ അവിടുത്തെ പ്രവൃത്തികൾ. നീതിനിഷ്ഠയോടെ വ്യാപരിക്കുന്നവനെ, എൻ്റെ വാക്കുകൾ നന്മ ചെയ്യുകയില്ലേ? എന്നാൽ നീ എൻ്റെ ജനത്തിനെതിരെ ഒരു ശത്രുവിനെ പോലെ വരുന്നു. യുദ്ധഭീതിയില്ലാതെ നിർഭയരായി കടന്നു പോകുന്ന സമാധാന പ്രിയരിൽ നിന്ന് നീ മേലങ്കി ഉരിഞ്ഞെടുക്കുന്നു. നിങ്ങൾ എൻ്റെ ജനത്തിലെ സ്ത്രീകളെ അവരുടെ മനോഹരമായ ഭവനങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കുന്നു. അവരുടെ ശിശുക്കളിൽ നിന്ന് എൻ്റെ മഹത്വം എന്നേക്കുമായി നിങ്ങൾ അപഹരിക്കുന്നു. നിങ്ങൾ ഇവിടം വിട്ടു പോകുവിൻ. വിശ്രമയോഗ്യമായ സ്ഥലമല്ലേ ഇത്? ഇവിടെ അശുദ്ധമാണ്. ഇത് നിങ്ങളെ നശിപ്പിക്കും, സമൂലം നശിപ്പിക്കും. വീഞ്ഞിനെയും വീര്യമുള്ള പാനീയങ്ങളെയും കുറിച്ച് ഞാൻ പ്രസംഗിക്കും എന്ന് ആരെങ്കിലും പൊങ്ങച്ചം പറഞ്ഞാൽ അവനായിരിക്കും ഈ ജനത്തിന് ചേർന്ന പ്രസംഗകൻ. യാക്കോബേ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഇസ്രായേലിൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും. ആലയിൽ ആട്ടിൻപറ്റം എന്ന പോലെയും മേച്ചിൽ സ്ഥലത്ത് കാലിക്കൂട്ടം എന്ന പോലെയും അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ശബ്ദമുഖരിതമായ സമൂഹമായിരിക്കും അത്. മതിലിൽ പഴുതുണ്ടാക്കുന്നവർ അവർക്ക് മുൻപേ പോകും. അവർ കവാടം തകർത്ത് പുറത്തു കടക്കും. അവരുടെ രാജാവ് അവർക്ക് മുൻപേ നടക്കും. കർത്താവ് അവരെ നയിക്കും.